ഹലോ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എല്ലാവരും ഉഷാറായി ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ടെൻസസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂസ് ഫോം പഠിച്ചു, അതുപോലെ തന്നെ പ്രസന്റിൻ്റെ പെർഫെക്റ്റ് ടെൻസസും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റും അതിൻ്റെ കണ്ടിന്യൂസ് ഫോമുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ലെസൺസ് എല്ലാവരും വൃത്തിയായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ടെൻസസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുത്ത് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടെൻസാണ്. ശരിക്കും നമ്മളൊക്കെ ആദ്യമേ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെൻസാണെന്ന്. അത് ഒട്ട തെറ്റാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ പതിവ് പോലെ എപ്പോഴാണ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നമുക്കത് ഉപയോഗിക്കേണ്ടതെന്ന്. അതായത് ഇപ്പം നമുക്ക് ഒരു സെന്റൻസ് എഴുതേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറയേണ്ടി വരികയാണ്. അവിടെ രണ്ട് ആക്ഷൻ സംഭവിച്ച കാര്യം, ഓക്കെ, സംഭവിച്ച കാര്യം അപ്പോഴല്ലേ പാസ്റ്റ് ആവുള്ളൂ. അതെ, യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ രണ്ട് ആക്ഷൻ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറയേണ്ടി വരികയാണ്, അല്ലെങ്കിൽ എഴുതേണ്ടി വരികയാണ്. അപ്പോൾ ഒരു സെന്റൻസിൽ രണ്ട് ആക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്കിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതായത് ഒരു രണ്ട് ആക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ എഴുതുന്നതെങ്കിൽ അവിടെ രണ്ട് ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാ നോക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുക. ഇവിടെ മിസ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ലൈനിൽ ഇതെന്താണ്? നൗ, ഇപ്പോഴത്തെ കാര്യം, പ്രസന്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മറക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ആക്ഷനാണ്, ഇതൊരു ആക്ഷനാണ്. അപ്പോൾ രണ്ട് ആക്ഷൻ ഉണ്ട്. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. ഇനി മിസ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സെന്റൻസ് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ആക്ഷൻ ഇവിടെ സംഭവിച്ചു, ഇതൊരു ആക്ഷൻ ഇവിടെ സംഭവിച്ചു. ഇവിടെ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇവിടെ ആദ്യം സംഭവിച്ച ആക്ഷൻ ഇതാവും, ഓഫ് കോഴ്സ്, അല്ലെ? ഇതല്ലേ നമ്പർ ടൈം. അപ്പൊ ഓഫ് കോഴ്സ് ആദ്യം സംഭവിച്ച ആക്ഷൻ ഇതാണ്, പിന്നെ സംഭവിച്ച ആക്ഷൻ ഇതാണ്. അപ്പൊ ആദ്യം സംഭവിച്ച ആക്ഷനാണ് നമ്മൾ എന്തിന് പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റില് പറയേണ്ടത്. ഓക്കെ, ആദ്യം സംഭവിച്ച ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റില് പറയുക. രണ്ടാമത് സംഭവിച്ച ആക്ഷൻ ആണ് സിമ്പിൾ പാസ്റ്റില് പറയേണ്ടത്. സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അറിയാത്തവരൊന്ന് പോയി ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്യുക. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ പറയാ രണ്ടാമത് സംഭവിച്ച കാര്യം. ആദ്യം സംഭവിച്ച ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഇത്രയും മനസ്സിലാക്കി വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. യെസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി ഒരൊറ്റ വട്ടം കൂടി പറയാം. ഒരു സെന്റൻസ്, അതിൽ നിങ്ങൾക്ക് രണ്ട് ആക്ഷൻ ഉണ്ടാവും. അതിൽ ആദ്യം സംഭവിച്ച ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റില്, രണ്ടാമത് സംഭവിച്ച ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് പറയുക. സൂപ്പർ ആയിട്ടൊരു സെന്റൻസ് റെഡിയായി. ഇനി നേരെ ഇങ്ങോട്ട് വരിക. നമ്മൾ എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുക എന്നാണ് രണ്ടാമത് നമ്മൾ നോക്കാറില്ല. അപ്പൊ എങ്ങനെ ഇത് എവിടെ ഉപയോഗിക്കാന്ന് മനസ്സിലായി. ഇനി എങ്ങനെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതി തിട്ടപ്പെടുത്തിയെടുക്കാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പതിവ് പോലെ നമുക്കറിയാം എന്ത് വേണം? സബ്ജക്ട് പ്ലസ് സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഹാഡ് ആണ്. സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഹാഡ്. ഓക്കെ, ഇവിടെ ഏറ്റവും സിമ്പിൾ ആണെന്ന് മിസ് പറയാൻ കാരണം തന്നെ ഇതാണ്. പ്രസന്റിലായിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഹാഡ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് വെക്കുക. അതിനുശേഷം എപ്പോഴും മിസ് പറയാറുണ്ട് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് തേർഡ് ഫോം ഓഫ് ദ വെർബ്, അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പൊ തേർഡ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ എന്തോന്ന് എക്സ്ട്രാ നമ്മൾ പറഞ്ഞത്? യെസ്, സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് വെക്കുക എന്ന് മാത്രമേ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സെന്റൻസിലെ ഫോം. ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഐ സബ്ജക്ട്, ഐ ഹാഡ് വർക്ക്ഡ്, ഇത് തേർഡ് ഫോമാണ്. ഐ ഹാഡ് വർക്ക്ഡ്. അപ്പൊ ഐ ആണെങ്കിലും യു ആണെങ്കിലും ഷീ ആണെങ്കിലും ഹി ആണെങ്കിലും ആരാണെങ്കിലും ഹാഡ് തന്നെ, യാതൊരു സംശയമില്ല. ഐ ഹാഡ് വർക്ക്ഡ്, യു ഹാഡ് വർക്ക്ഡ്, ഷീ ഹാഡ് വർക്ക്ഡ്. കണ്ട? അപ്പൊ ഏത് സബ്ജക്ട് വന്നോട്ടെ നമ്മൾ എന്താ വെക്കേണ്ടത്?
ഹാഡ് വെക്കുക. ഈസി അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്? സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് വെക്കുക, തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഇത്ര ഈസി ആയിട്ടുള്ള ടെൻസ് വേറെ ഏതാണുള്ളത്? കാരണം വേറെ ഒന്നും ചിന്തിക്കല്ല. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതാണോ ഇതാണോ, നത്തിങ്. ജസ്റ്റ് ഹാഡ്, സബ്ജക്ട് പ്ലസ് ഹാഡ്. ഓക്കെ, ആൻഡ് സന്ദർഭവും മനസ്സിലായി. ഇനി നമുക്ക് എക്സാമ്പിളിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പൊ പൊതുവെ സാധാരണയായിട്ട് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് എന്നാണ് മിസ് ആദ്യം പറഞ്ഞത്. ഇനി എക്സാമ്പിളിലൂടെ പോകുമ്പോൾ ചെറിയ ചെറിയ 2-3 ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് ഐ ഹാഡ് റിട്ടൺ ദി ഇമെയിൽ ബിഫോർ ഹി അപ്പോളജൈസ്ഡ്. I had written the email before he apologized. അപ്പൊ ഇവിടെ നോക്കൂ, I had written. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓഫ് കോഴ്സ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലോ ഇവിടെ എടുക്കുന്നത്, യാതൊരു സംശയമില്ല. ഇനി അർത്ഥം നോക്കുകയാണെങ്കിൽ ബിഫോർ ഹി അപ്പോളജൈസ്ഡ്. അപ്പൊ ആദ്യം ചെയ്ത കാര്യം എന്തായിരുന്നു? ആദ്യം ചെയ്ത കാര്യം ഇമെയിൽ എഴുതി എന്നുള്ളതാണ്. ബിഫോർ ഹി അപ്പോളജൈസ്ഡ്, അതായത് അപ്പോളജൈസ് ചെയ്തതിനേക്കാൾ മുന്നേ തന്നെ ഞാൻ ഇമെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അപ്പോളജൈസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം അവിടെ ചെയ്തു. എന്താണത്? ഇമെയിൽ അയക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെയാണ് അപ്പോളജൈസ് അവിടെ സംഭവിച്ചത്. മനസ്സിലായില്ലേ പറഞ്ഞത്? യെസ്. ഇനി ഇതിലേക്ക് വരും. ഐ നോട്ടീസ്ഡ് ദാറ്റ് ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ബുക്ക് ബിഹൈൻഡ്. ഇതും വളരെ ഈസിയാണ്. ഐ നോട്ടീസ്ഡ് ദാറ്റ്, ഇവിടെ ഏതാണ്? നോട്ടീസ്ഡ്. ദാറ്റ് ഇത് വെർബാണ്. ഓക്കെ, സമ്മതിച്ചു. അതോ ഏത് ടെൻസിലാണ് എടുക്കുന്നത്? നോട്ടീസ്ഡ്. അപ്പോ പാസ്റ്റ് ടെൻസിലാണ്. ഹി ഹാഡ് ലെഫ്റ്റ്, ഇവിടെ ഏതാ പെർഫെക്റ്റ് ഫോം? ഹാഡ്. ഹാഡ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് പെർഫെക്റ്റ് ഫോം ആണ്. അപ്പൊ ഹി ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പെർഫെക്റ്റ് ടെൻസ്. ഹിസ് ബുക്ക് ബിഹൈൻഡ്, അവന്റെ പുസ്തകം പിന്നിൽ വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ആദ്യം എന്താണ് ചെയ്തത്? ബുക്ക് പിന്നിൽ വെക്കുക എന്നുള്ളതാ. പിന്നെ നമ്മളത് കണ്ടു. ഐ നോട്ടീസ്ഡ്. സോ ഐ നോട്ടീസ്ഡ് ദാറ്റ് ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ബുക്ക് ബിഹൈൻഡ്. അപ്പൊ ആദ്യം ചെയ്ത കാര്യത്തിന്റെ ആ ഒരു ആക്ഷനിലല്ലേ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഇത്രയേ ഉള്ളൂ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് വരും. കിം ടോൾഡ് മീ ഹി ഹാഡ് ഗോൺ ടു ദ പാർട്ടി. കിം ടോൾഡ് മീ ഹി ഹാഡ് ഗോൺ ടു ദ പാർട്ടി. ഇവിടെ എന്താണ് അർത്ഥം? കിം പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞു. ഹി ഹാഡ് ഗോൺ ടു ദ പാർട്ടി, അവൻ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. കിം ടോൾഡ് മീ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നടന്ന കാര്യം പോയിട്ടുണ്ടായിരുന്നു. മുന്നേ നടന്ന കാര്യം, ഇപ്പൊ നടന്ന ഒരു സെന്റൻസിൽ ഇപ്പൊ സംഭവിച്ച സിമ്പിൾ പാസ്റ്റിന്റെ മുന്നേ നടന്ന കാര്യം. സിമ്പിൾ പാസ്റ്റിന്റെ മുന്നേ നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ച് അല്ലേ? ഇതൊരു റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലേ? ഒരാൾ മറ്റൊരാളോട് പറയാണ്, റിപ്പോർട്ട് ചെയ്യാണ്. കിം ടോൾഡ് മീ ഹി ഹാഡ് ഗോൺ ടു ദ പാർട്ടി. കിം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ ആ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന്. കണ്ട, അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ റിപ്പോർട്ടിംഗ്, ആ ഒരു റിപ്പോർട്ടിംഗ് പിന്നെ സ്പീച്ചിലും നമുക്ക് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് എൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മിസ്സിന് ഓർമ്മയുണ്ട്. ഈ ടെൻസസ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കടക്കാൻ. കാരണം ടെൻസ് നന്നായി വൃത്തിയായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റിപ്പോർട്ട് സ്പീച്ച് സൂപ്പർ ഈസി ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ സ്ലോലി പഠിച്ചു പോകും. ഇനി ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവരുത്. കിം ടോൾഡ് മീ ഹി ഹാഡ് ഗോൺ ടു ദ പാർട്ടി. ഇത് ഓക്കെ ഇല്ലേ? റിപ്പോർട്ടിംഗ് ആണ്, പറയുകയാണ്. ഒരാള് മറ്റൊരാൾ പറയാൻ. കിം പറഞ്ഞു ഹി ഹാഡ്, അവൻ പോയിട്ടുണ്ടായിരുന്നു. ഗോൺ ടു ദ പാർട്ടി. ഇവിടെ എന്താ ഗോൺ വന്നത് നമുക്ക് അറിയാലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. യെസ്, ഇറഗുലർ വെർബ് ആയതുകൊണ്ട് ഹി ഹാഡ് ഗോൺ അല്ലെ? went, gone, go, went, gone. Yes. Give, gave, given. മിസ് വീണ്ടും പറയുന്നില്ല, ഒരിക്കൽ നമ്മൾ സംസാരിച്ചതാണ്. ഇനി അപ്പൊ നമ്മള് ഒരു പാസ്റ്റ് ആക്ഷന്റെ മുന്നേ സംഭവിച്ച കാര്യം പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ചിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. ഒരു സ്ഥലത്തും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എവിടെയാണെന്ന് അറിയാമോ? ഇഫ് ക്ലോസ്, ഒരു കണ്ടീഷൻ, ഒരു സെന്റൻസിൽ ഒരു കണ്ടീഷൻ, ഒരു ഇഫ് ക്ലോസ് വരുന്ന ഒരു സന്ദർഭത്തിൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇവിടെ മിസ് ബോർഡിൽ സ്ഥലം ഇല്ലാത്ത കാരണമാണ് അതോടെ എഴുതാഞ്ഞത്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയിരിക്കാം. ഇപ്പൊ തന്നെ എഴുതാം. നോക്കൂ, ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം മിസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, ഫോർ ദ ടെസ്റ്റ്. ശ്രദ്ധിക്കുക, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് എന്താ? യെസ്, യു വുഡ് ഹാവ് പാസ്ഡ് ഓർ യു വുഡിന്റ് ഹാവ് ഫെയിൽഡ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്, നീ ടെസ്റ്റിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ
നീ ജയിക്കുമായിരുന്നു, നീ ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ you wouldn't have failed, നീ തോൽക്കില്ലായിരുന്നു. അപ്പൊ നമ്മളിവിടെ if you had studied, ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ആദ്യം പഠിക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? പഠിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് ജയവും തോൽവിയും വരുന്നത്. അപ്പൊ അതൊരു കണ്ടീഷനാണ് അല്ലെ, അതൊരു ആക്ഷൻ അല്ല, ബട്ട് അതൊരു കണ്ടീഷനാണ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളവിടെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് യു ഹാവ് പാസ്ഡ്, അങ്ങനെയാണ് അവിടെ വരിക. യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്തേക്കും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ട് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് അറിയേണ്ട കാര്യം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ഇതൊക്കെ ബേസിക്, നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടെൻസസും ബേസിക് ആയിട്ട് ഒരു ആസ് എ ബിഗിനർ നിങ്ങൾക്ക് മനസ്സിലാക്കി വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. എങ്കിലേ തുടർന്ന് അങ്ങോട്ട് ഈസി ആവുള്ളൂ. എങ്കിൽ എപ്പോഴും കൺഫ്യൂഷനും സംശയമൊക്കെ ആയിട്ട് അങ്ങനെ കെട്ടിപ്പടിഞ്ഞ് കൊടുക്കും. സമ്മറൈസ് ചെയ്താലോ? യെസ്. എന്നിട്ട് വേണം നമുക്ക് കണ്ടിന്യൂസ് ഫോമിലേക്ക് പോവാൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞു, ഒരു സെന്റൻസ് 2 ആക്ഷൻ, ആദ്യം സംഭവിച്ച ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റില്, മറ്റത് സിമ്പിൾ പാസ്റ്റില്, പിന്നെ വരിക എപ്പോഴാണ്? റിപ്പോർട്ടിംഗ് സ്പീച്ചില്, പിന്നെ എപ്പോഴാണ് വരിക? ഇഫ് ക്ലോസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? എന്താ ഫോം? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പ്ലീസ് ഒരു 5 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങൾ എഴുതാം. ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഈസി ആണല്ലോ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നി ഇത് ഈസി ആണ്. പക്ഷെ കുട്ടികൾ നിങ്ങൾ എഴുതിയെങ്കിൽ മിസ്സിന് ഉറപ്പാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല എന്ന്. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പെർഫെക്റ്റ് ടെൻസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടിന്യൂസ് ഫോം എന്താ നോക്കാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താ നോക്കാം. എളുപ്പമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വൃത്തിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ് ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു പാസ്റ്റ് ആക്ഷന്റെ മുന്നേ സംഭവിച്ച ഒരു ആക്ഷൻ. അപ്പൊ ആ ആക്ഷൻ ഉണ്ടല്ലോ, ഏത്? പാസ്റ്റ് പെർഫെക്റ്റ് ആക്ഷൻ. അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇൻ ദ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എളുപ്പല്ലേ? അതെ, നോക്കൂ വീണ്ടും. ഇതെന്താണ്? ഒരു ആക്ഷൻ, പാസ്റ്റിൽ ഒരു ആക്ഷൻ, ഇത് മറ്റൊരു ആക്ഷൻ. അപ്പൊ ഈ ആക്ഷൻ ആണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ആദ്യം സംഭവിച്ച ആക്ഷൻ, അത്രയും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ സംഭവിച്ച ഈ ആക്ഷൻ which was continuing here. Okay, ഈ ആക്ഷൻ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, സംഭവിച്ചുകൊണ്ടിരുന്നു, തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. വളരെ എളുപ്പമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാസ്റ്റ് പെർഫെക്റ്റ് ആക്ഷൻ അത് നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിരുന്നു. ഇത്രയുള്ളൂ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ആക്ഷൻ, 2 ആക്ഷനിലെ ഫസ്റ്റ് സംഭവിച്ച ആക്ഷൻ. നമ്മളെല്ലാം സംസാരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ, കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ആക്ഷൻസ് സംഭവിച്ചു. ആ സംഭവിച്ച കാര്യം കണ്ടിന്യൂ ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? ഓക്കെ, എക്സാമ്പിളിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ അതിനു മുന്നേ സ്ട്രക്ചർ നോക്കാം. പതിവ് പോലെ സബ്ജക്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ആരെയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അറിയാമോ? യെസ്, ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ആളുണ്ട്. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാഡ് ഓഫ് കോഴ്സ് നമുക്ക് വേണം, അറിയാം അല്ലെ? പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇനി അത് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് പുതിയൊരു അതിഥി വന്നത് ബീൻ ആണ്. അപ്പൊ നമ്മൾ ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ വേർബ് എങ്ങനെ വേണം? ഏത് ടെൻസ് ആയിക്കോട്ടെ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, നെവർ മൈൻഡ്. കണ്ടിന്യൂസ് ടെൻസ് ആണോ വെർബ്? യെസ്, ing ഫോം ഓഫ് ദ വെർബ് അല്ലെ? വെർബിന്റെ കൂടെ ing വേണം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരിക്കലും മറക്കരുത്, ഉറപ്പാണ്. കണ്ടിന്യൂസ് ടെൻസ് ആണോ ing ഉണ്ടെങ്കിലേ അത് പോവുള്ളൂ. അതായത് നമ്മൾ ഈ മറ്റേ പെട്രോളൊക്കെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിലല്ലേ വണ്ടി പോവുള്ളൂ. അതുപോലെ തന്നെ വേർബിന്റെ കൂടെ ing ഉണ്ടെങ്കിലേ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കും. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാഡ് ബീൻ ചേർത്തു. കാരണം ദ ആക്ഷൻ വിച്ച് ഹാഡ് ബീൻ started from the past and which is continuing. അതാണ്, അതുകൊണ്ടാണ്. അപ്പോ സബ്ജക്ട് had been plus ing form of the verb. വെരി ഈസി, റൈറ്റ്? ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പോവാം. എക്സാമ്പിളിലേക്ക് വരാം.
I had been living in Kottayam before I moved to Kochi. Okay. ഇത് നോക്കിയേ, ഞാൻ കോട്ടയത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കോട്ടയത്തായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോ? ഞാൻ കൊച്ചിയിലേക്ക് മാറുന്നതിനേക്കാൾ മുമ്പ് വരെ ഞാൻ എവിടെയായിരുന്നു? അവിടെ ആയിരുന്നു, അവിടെ താമസിച്ചുകൊണ്ട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, മീൻസ് ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി കൊച്ചിയിലാണ്. ബട്ട് ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ കോട്ടയം. ഞാൻ കോട്ടയത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ ആ ഒരു ആക്ഷൻ ഇറ്റ് വാസ് കണ്ടിന്യൂയിങ് ദേർ. ഓക്കെ. ഇനി ഇവിടെ I hadn't been cooking any meal when she came to my home. I had not been cooking any meal when she came to my home. അവൾ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇവിടെ നോട്ട് വന്നു, ഹാഡ് നോട്ട്, ഹാഡിന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പൊ അതൊന്നും വലിയൊരു സംഭവമാക്കി കാണരുത്. നെഗറ്റീവ് സെന്റൻസ് എന്താ, പോസിറ്റീവ് സെന്റൻസ് എന്താ, അതൊന്നും ഇല്ല, വിട്ടേക്കൂ. നോട്ട് വരുമ്പോ അത് ഓഫ് കോഴ്സ് നെഗറ്റീവ് ആണ് അല്ലെ. ഒരു നോട്ട് ചേർക്കണം എന്നുള്ളതുള്ളൂ, ഇതൊന്നും വലിയ കാര്യമില്ല. I hadn't നമുക്ക് ചുരുക്കി പറയാം. I hadn't been cooking any meal when she came to my home. They had been being friends since childhood. ഇവിടെ കണ്ടോ, they had been being friends since childhood. അവര് ഫ്രണ്ട്സ് ആയിരുന്നു since childhood. ചെറുപ്പം മുതൽക്കേ അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ് അല്ലേ. യെസ്, they had been being. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ കണ്ടിന്യൂസ് സെൻസ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസും വളരെ ഈസിയാണ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് തുടങ്ങിയ ആക്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കണ്ടിന്യൂ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ. ഹാഡിന്റെ കൂടെ ബീൻ ചേർക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ പെർഫെക്റ്റ്. ഓക്കെ. ദെൻ വേർബിന്റെ ing ഫോം എഴുതാൻ പറ്റില്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ വൃത്തിയായിട്ട് എക്സാമ്പിൾ എഴുതുക. അപ്പൊ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും അതിന്റെ കണ്ടിന്യൂസ് ഫോമും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി എക്സാമ്പിൾസ് എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഇനി നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ വിത്ത് മീ. എല്ലാവരും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. എൻജോയ് യുവർ ലേണിംഗ്. ഓക്കെ. സീ യു ഗൈസ്. ബൈ.